കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമം വാഴ്ത്തപ്പെടട്ടെ. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ ഈ പ്രകാരം നാം വായിക്കുന്നു: ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നു. മോശയുടെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരൻ ദൈവകൂടാരത്തെ അഥവാ സമാഗമന കൂടാരത്തെ വിട്ട് പിരിയാതിരുന്നു എന്ന യാഥാർത്ഥ്യം ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. മോശയ്ക്ക് അനന്തരമായി ദൈവം തൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്തിലേക്ക് നയിക്കേണ്ടതിന് നേതൃത്വം നൽകുവാൻ തിരഞ്ഞെടുത്തത് യോശുവയാണ്. ആ യോശുവയുടെ മഹത്തായ ഒരു വിശേഷതയാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുവാൻ കഴിയുന്നത്. യോശുവ ദൈവകൂടാരത്തെ അഥവാ ദൈവസന്നിധിയെ വിട്ടുപിരിയാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ വിട്ടുപിരിയാതിരുന്നു എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിനർത്ഥം പിൻവലിക്കുക, അകലുക, പിന്തിരിയുക, പിന്നോക്കം പോകുക എന്നൊക്കെയുണ്ട്. അങ്ങനെയെങ്കിൽ യോശുവ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു കഴിയുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നില്ല, പിന്തിരിഞ്ഞ ഒരു വ്യക്തിയായിരുന്നില്ല. സമാഗമന കൂടാരം ദൈവ പാർപ്പിടമായിരുന്നു. ഈ സമാഗമന കൂടാരം ദൈവം തൻ്റെ ദാസനായ മോശയോട് സംസാരിക്കുന്ന ഇടമെന്ന് ന്യായപ്രമാണ പുസ്തകം നമ്മെ പഠിപ്പിക്കും. ഇത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നിരുന്ന ഒരിടമായിരുന്നു. യോശുവ ദൈവസന്നിധിയെ വിട്ടുപിരിയാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവസന്നിധിയെ വിട്ടുപിരിയാതിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. ദൈവസന്നിധിയോട് അതിയായ വാഞ്ച നമുക്കുണ്ട്. സങ്കീർത്തനക്കാരൻ 84 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ പ്രകാരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. 84 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. 84 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദൈവസാന്നിധ്യത്തെ എത്രത്തോളം സങ്കീർത്തനക്കാരൻ വിലയുള്ളതായി മഹത്തായതായി കണ്ടിരുന്നുവെന്ന് ഈ വാക്യങ്ങൾ നമ്മെ സ്പഷ്ടമായി പഠിപ്പിക്കും. ദൈവത്തെ വിട്ടുപിരിയാതിരിപ്പാൻ, ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകാതിരിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം നമ്മെ ഹന്ന എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഹന്ന ആലയത്തെ വിട്ടുപിരിയാതിരുന്ന, ദൈവസാന്നിധ്യത്തെ വിലയേറിയതായി കണ്ട ഒരു വ്യക്തിത്വമായിരുന്നു. അവൾ ദൈവ ആലയത്തെ വിട്ടുപിരിയാതിരുന്ന, ദിനംതോറും പ്രാർത്ഥനയിലും യാചനയിലും ദൈവമുമ്പാകെ സമയം ചിലവഴിച്ചതിനാൽ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു: ദൈവം അവളുടെ നിന്ദയെ മാറ്റി, ദൈവം അവളുടെ ജീവിതത്തിലെ ശൂന്യതയെ മാറ്റി. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 2 അധ്യായത്തിൻ്റെ 36 വാക്യം വായിക്കുമ്പോൾ ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു മറ്റൊരു പ്രവാചകിയെ കുറിച്ച് നമ്മൾ കാണുന്നു. ആ പ്രവാചകിയായ ഹന്ന 84 സംവത്സരമായി വിധവയും വളരെ വയസ്സു ചെന്നവളുമായിരുന്നുവെന്ന് ലൂക്കോസ് സുവിശേഷം 2:36 നമ്മെ വ്യക്തമാക്കും. ഈ ഹന്നയുടെ പ്രത്യേകത എന്തായിരുന്നു? ലൂക്കോസ് സുവിശേഷം 2 അധ്യായത്തിൻ്റെ 37 വാക്യത്തിലെ പ്രകാരം നാം വായിക്കുന്നു: ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകും. അങ്ങനെയെങ്കിൽ ഈ പുതിയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന ഹന്ന എന്ന ഈ പ്രവാചകിയും ദൈവസന്നിധിയെ വിട്ടുപിരിയാതിരിക്കുന്നതിന് നല്ലൊരു ഉദാഹരണമാണ്. ദൈവസാമീപ്യത്തിൻ്റെ അഥവാ അവൻ്റെ സന്നിധിയുടെ പ്രത്യേകത എന്ത്? സങ്കീർത്തനക്കാരൻ 16 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യത്തിലെ പ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. 21 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു.
യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകും. ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ് നാം ഓരോരുത്തരും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം ആദിയോടന്തം വ്യക്തമാക്കുന്ന ആത്മീയ സത്യം ഇതാണ്: ദൈവത്തെ കൂടാതെ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അന്യപ്പെട്ട് നമുക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ പ്രിയരെ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അഥവാ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപിരിയാതിരിക്കുന്ന ഒരു അനുഭവം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ? അതിനായി വാഞ്ചിപ്പാനും പ്രയത്നിപ്പാനും ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ.